ഹലോ, അസ്സലാമു അലൈക്കും. ഞങ്ങൾ ഇന്ന് എല്ലാവരും കൂടിയിട്ട് ഒരു നൈറ്റ് ഡ്രൈവ് പോണേണ്. ഇപ്പോൾ ടൈം 12 മണി കഴിഞ്ഞ്. അപ്പോൾ ഒന്ന് കൊച്ചി മൊത്തം ഒന്ന് കറങ്ങി ഫുഡൊക്കെ അടിച്ചിട്ട് വരാം. അപ്പോൾ ഈ ടൈമിൽ ഏതൊക്കെ കട ഓപ്പണാണ്, ഏതൊക്കെ കട പൂട്ടിയിട്ടുണ്ട്, റോട്ടിൽ ആരൊക്കെ ഉണ്ട്, ഇതൊന്നും നമുക്കറിയില്ലല്ലോ. അപ്പോൾ ഒന്ന് നമുക്കൊന്ന് പോയി നോക്കാം. അപ്പോൾ നമുക്ക് കാണാം, എങ്ങനെയാണെന്നൊക്കെ കാണാം. വാ, നമുക്ക് യാത്ര പോകാം. വാ കേട്ടാ, എല്ലാവരും വാ, എല്ലാവരും ഉണ്ട്. വായിക്കേക്കാം, ഞാൻ ഇരിക്കേക്കാം, എഴുതിക്കാതെ കാണിക്കട്ടെ. നമ്മൾ റാനു കീ എടുത്തോട്ടാ, അവിടെ ഉണ്ട്. അപ്പോൾ മൊത്തം നല്ല ഇരുട്ടാണ് കേട്ടോ, 12 മണിയാണല്ലോ. അപ്പം ഞങ്ങൾ ഭയങ്കര ത്രില്ലിലാണ്. ഇനി പോണ വണ്ടി ഓടിച്ച് പോണ ടൈമൊക്കെ എല്ലാം കാണിച്ചുതരാം എല്ലാവർക്കും. നമ്മൾ ഇറങ്ങിയേക്കാണ്, വണ്ടിയിലാണ്. എല്ലാവരുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് പോണ ടൈമൊക്കെ കാണിച്ചു തരാം കേട്ടോ. നമ്മളിങ്ങനെ കടയിലേക്ക് വണ്ടി ഓടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നെ ഞാൻ ആദ്യമായിട്ടാണ് നമ്മുടെ സെൽഫി സ്റ്റിക്ക് യൂസ് ചെയ്യണത്. അതുകൊണ്ടിട്ട് എങ്ങനെ യൂസ് ചെയ്യണം, എങ്ങോട്ട് നോക്കണം, ഇതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ സ്ഥലം എത്തിയിട്ടുണ്ട് കേട്ടോ, കൊച്ചിയിലാണ്. ഇതാണ് സ്ഥലം. നേരത്തെ കട തുറന്നു കൊണ്ടിട്ട് ആളുകൾ എത്തിയിട്ടില്ല. ഫസ്റ്റ് ഞങ്ങളാണ്. കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല തിരക്കായിരിക്കും. എത്ര മണിക്കാണ് തുറക്കണത്? 1 മണിയാണ് കണക്ക്. പിന്നെ ഇന്ന് ഇത്തിരി നേരത്തെ തുറന്നു. ഇതെന്നാ പഴംപൊരിയാ? പഴംപൊരിയും ബീഫുവാ? പഴംപൊരി ബീഫ്, മുട്ട ബീഫ്, മുട്ടക്കറി. ആണോ? എത്ര മണി വരെ ഉണ്ടാവും? ഒരു 5:30 മണി വരെ ആക്കിയേക്കണേ. നല്ല തിരക്കുണ്ടാവും അല്ലേ? 12 മണിയാകുമ്പോൾ തുറക്കും അല്ലേ? 12 1 മണി. 1 മണിയല്ലേ? ഇന്ന് കുറച്ച് നേരത്തെ തുറന്നല്ലേ? ഞങ്ങൾക്ക് പുട്ടും ഇറച്ചിക്കറിയല്ലേ? നമുക്ക് പുട്ടും ഇറച്ചിക്കറി എടുത്തോ. ഇക്ക തനിച്ചാണോ? ഹെൽപ്പിന് ആരുമില്ല? ആണോ? ഭാര്യയുണ്ടാ? ഇത് 1 2 3 4 5 എണ്ണം. ആണല്ലോ. കഴിച്ചു കഴിച്ചു. ചൂടുണ്ട് കേട്ടാ. ഞങ്ങളിങ്ങനെ നൈറ്റ് ഡ്രൈവ് പോകാമെന്ന് നേരത്തെ പ്ലാൻ ചെയ്തുകൊണ്ടിട്ട് വൈകുന്നേരത്തെ രാത്രിയിലെ ഫുഡ് കഴിച്ചിട്ടുണ്ടായില്ല. കാരണം രാത്രിയിലെ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ ഈ ടൈമിൽ വീണ്ടും കഴിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അത് കഴിക്കാതെയാണ് വന്നത്. അതുകൊണ്ട് അത്ര നേരം നമ്മൾ അങ്ങനെ വെയിറ്റ് ചെയ്ത് ഇരുന്നുകൊണ്ടിട്ട് നല്ല വിശപ്പുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ വിശപ്പിൻ്റെയും പിന്നെ കറി അടിപൊളി, പുട്ട് അതിലും അടിപൊളി. അതുകൊണ്ടിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സൂപ്പറാണ്, പറയാതിരിക്കാൻ വയ്യ. നല്ല ചൂടോടെ ഇങ്ങനെ ഇരുന്ന് കഴിക്കണ ഒരു വൈബ് അത് വേറെ തന്നെയാണ്. ഞാൻ ഇതിന് മുന്നേ ഇവിടെ വന്നിട്ടുണ്ട്, കസിൻസൊക്കെ ആയിട്ട് ഇതുപോലെ ഇവിടെ വന്നിട്ടുണ്ട്. ആ സമയത്ത് ഞങ്ങൾ വന്നത് 2 മണി 3 മണി അടുക്കായതുകൊണ്ടിട്ടില്ലേ നല്ല തിരക്കായിരുന്നു. ഇതുപോലെ കസേരയൊന്നും കിട്ടാതെ നിന്നാണ് കഴിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പം ഇന്ന് ചെന്നപ്പോൾ കട ഓപ്പണിങ് ആയപ്പോൾ തന്നെ ചെന്നുകൊണ്ടിട്ട് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് സീറ്റൊക്കെ കിട്ടി, സമാധാനത്തോട് കഴിക്കാൻ പറ്റി. പിന്നെ വേറെ കുറച്ച് പേര് ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ, ഓരോരുത്തർ വന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ നല്ല വൃത്തിയും വിനയട്ടാ. കൈ കഴുകാനൊക്കെ ഉള്ള എല്ലാം നല്ല വൃത്തിക്കും വിനയത്തിലായിട്ടേക്കണം. നമ്മളത് കഴിഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി ചായ കുടിച്ചിറങ്ങി കുറച്ച് ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കിങ്ങനെ ഭയങ്കര പരവേശം പോലെ. അപ്പം നമ്മളൊന്ന് കൊച്ചി മൊത്തം ഇങ്ങനെ ചുറ്റാ എന്നൊക്കെ ഉള്ള ധാരണയിലാണ് പോയത്. പക്ഷെ മൊത്തം ചുറ്റാനൊന്നും പറ്റിയില്ല. ഫുൾ അങ്ങനെ അധികം വണ്ടികളൊന്നും ഇല്ല കേട്ടോ. ഇത് കണ്ട റോഡ് ഫുൾ കാലിയാണ്. ഇടയ്ക്കൊക്കെ ഇങ്ങനെ വണ്ടികൾ വരുന്നുണ്ട്. പിന്നെ കടകളൊന്നുമില്ല. ഇതേപോലെ ഇപ്പോൾ ഈ കട കണ്ടില്ലേ നമ്മൾ പോയ, പിന്നെ അതിനുശേഷം കടകളൊന്നുമില്ല. പിന്നെ തോപ്പുംപൊടി ഭാഗത്താണ് ഉണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളം കുടിക്കണമെന്നുണ്ടായിരുന്നു. അപ്പം നമ്മൾ തോപ്പുംപൊടി ഭാഗത്ത് എവിടെയെങ്കിലും കട ഉണ്ടാകുമെന്ന് നോക്കാമെന്ന് പറഞ്ഞ് നമ്മൾ അങ്ങോട്ടേക്ക് വിടണേണ്. അപ്പോൾ ഇടയ്ക്ക് വല്ലപ്പോഴും ഒരു വണ്ടി വന്നാലായി. ആ ഒരു അവസ്ഥയിലാണ് നമ്മൾ. ഇത് കണ്ട, ഇപ്പം ഇത്ര നേരം യാത്ര ചെയ്തിട്ട് ഈ ഒരു വണ്ടിയാണ് വന്നത്. ഫുൾ ജനം ഒന്നുമില്ല, നല്ല സുഖമാണ്. ഈ രാത്രി ഇങ്ങനെ നൈറ്റ് ഡ്രൈവ് പോകുമ്പോൾ
കാരണം നല്ല സുഖമായിട്ട് ഓടിച്ചു പോവാം, തിരക്കൊന്നുമില്ല, അങ്ങനെ നല്ല സുഖമായിട്ട് ഓടിച്ചു പോവാട്ടാ. ഓഫീസൊക്കെ കഴിഞ്ഞ് വന്ന് നമ്മുടെ വീട്ടിലെ പണിയൊക്കെ കഴിയുമ്പോൾ തന്നെ നമുക്ക് നല്ല ഉറക്കമായിരിക്കും. പക്ഷേ നമുക്ക് നൈറ്റ് ഡ്രൈവ് പോകണം. ആ കടയാണെങ്കിൽ 1 മണിക്കേ തുറക്കുള്ളൂ. അപ്പം നമുക്ക് അവിടെ എത്തണം ആ ടൈമിൽ നിന്നൊക്കെയുള്ളത് കാരണം ഉറങ്ങാതെ ഇരുന്നതിൻ്റെ ആ ഒരു മുഖത്ത് ശരിക്കും അറിയുന്നുണ്ട്. പിന്നെ രാത്രി കാരണം വലിയ മേക്കപ്പും കാര്യങ്ങളൊന്നും ഇല്ല, വെറുതെ അങ്ങോട്ട് ജസ്റ്റ് അങ്ങോട്ട് പോയി. രാത്രിയല്ലേ, ഫുൾ കടകളൊക്കെ ക്ലോസ് ആയിരിക്കും. നമ്മൾ ഒരുങ്ങി പിടിച്ചിട്ട് ആര് കാണാനാ, ആ ഒരു മൈൻഡായിരിക്കുമല്ലോ നമുക്ക്. അങ്ങനെ എൻ്റെ ഇപ്പം നമ്മൾ തോപ്പുംപടി ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. കസിൻ്റെ ബൈക്കാണ് ഫ്രണ്ടിൽ പോണത്. നമ്മളതിൻ്റെ തൊട്ട് പുറകിലായിട്ട് പതിയെ വീഡിയോ എടുത്ത് പോണേണ്. ഒരുപാട് സ്പീഡിൽ ഓടിച്ചു കഴിഞ്ഞാൽ ഷെയ്ക്കായി ക്ലിയറായിട്ട് കാണാൻ പറ്റില്ല, അതുകൊണ്ടിട്ടാണ് അങ്ങനെ പതിയെ അങ്ങോട്ട് പോണത്. അങ്ങനെ തോപ്പുംപടി ഭാഗത്ത് ഒരു കട കണ്ട്. അപ്പോൾ അവിടെ നല്ല തിരക്കുണ്ട് കേട്ടോ. തോപ്പുംപടിയിൽ വേറൊരു കടയിൽ ഈ ഒരു കടയുണ്ട്. കുറച്ച് അങ്ങോട്ട് മാറിയിട്ട് കടകളുണ്ടാവും കേട്ടോ, അത് നമുക്കറിയുന്നതാണ്. പക്ഷെ അങ്ങോട്ടേക്ക് എത്തണ മുന്നേ ഈ ഒരു കട കണ്ടപ്പോൾ ഇവിടെ തന്നെ നിർത്തി നമ്മൾ വെള്ളം, സോഡ കുടിക്കാനും സോഡാ സർബത്തിനൊക്കെ ഓർഡർ ചെയ്തു. സോഡാ സർബത്തും ഉപ്പ് സോഡയൊക്കെ അങ്ങനെ കുടിക്കണേ കേട്ടോ. ഇനി നമുക്ക് നേരെ എല്ലാം കഴിഞ്ഞു. ഇനി നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. അങ്ങനെ എല്ലാ കറക്കവും കഴിഞ്ഞ് വന്ന് നമ്മുടെ നൈറ്റ് ഡ്രൈവൊക്കെ കഴിഞ്ഞ് വന്ന് അതേ വീടെത്തി. ടൈം നോക്കിയേ, എത്രയാണ് ടൈം? 2 o'clock ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വ്ലോഗ് അവസാനിപ്പിക്കണതാണ്. എനിക്ക് നല്ല ഉറക്കം വരുന്നുണ്ട്. ഭക്ഷണമൊക്കെ കഴിച്ച് നല്ലോണം വയറിറങ്ങിയല്ലേ. അങ്ങനെ നമ്മുടെ യാത്രയൊക്കെ അവസാനിച്ചു. അടിച്ചു പൊളിച്ച് നമ്മളെല്ലാവരും കൂടെ തിരിച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എന്നെ സപ്പോർട്ട് ചെയ്യണേ. ബൈ.